പഠിക്കുന്ന സെന്റ് ജോർജ് CSI ഇടവകയുടെ ആണ്ടാരംഭ ആരാധനയിലും അതുപോലെ തന്നെ പെരുന്നാൾ ശുശ്രൂഷയിലും പങ്കുചേരുവാൻ ഇടയായി. ഇന്നും നാളെയുമായി നടത്തപ്പെടുന്ന ഈ പെരുന്നാൾ ശുശ്രൂഷകൾ നമുക്കെല്ലാവർക്കും അനുകൂലമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കൃത്യമായിട്ട് പറഞ്ഞാൽ അവസാന ആരാധന, ആണ്ടാരംഭ ആരാധന രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഏതാനും നിമിഷം കഴിയുമ്പോൾ പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 2023 എന്ന വർഷം തീരുന്നു, 2024 എന്ന വർഷം തുടങ്ങും. പ്രത്യേകിച്ച് നമ്മളുടെ ആദ്യത്തിരിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. പക്ഷേ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ അതിൻ്റെ ഭ്രമണപഥത്തിൽ ഒരു കറക്കം പൂർത്തിയാക്കി. 365 ദിവസം, അടുത്ത 365 ദിവസത്തിലേക്ക് പോവുകയാണ്. ഇടയ്ക്ക് സ്റ്റോപ്പൊന്നുമില്ല. നമ്മളിവിടെ കൂലിയാൽ കൂലി എന്ത് ചെയ്യും, അതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു വർഷം കഴിയുന്നു, ഒരാഴ്ച നമുക്ക് കൂടുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ അറിയത്തില്ല എന്ത് ചെയ്യുന്നു, അതിനെ സംഭവിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വളരെ അത്ഭുതമേറിയ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം. അതിലെ ഏറ്റവും അത്ഭുതമേറിയ സൃഷ്ടിയാണ് ഞാൻ. നമുക്ക് വേണ്ടിയാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഒരു ദിവസത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്രയോ ആലോചനയോടെയാണ്, എത്രയോ അത്ഭുതകരമായിട്ടാണ് ദൈവം എന്നെ നിങ്ങളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. എന്തെല്ലാം സംവിധാനങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഓർക്കുമ്പോൾ ആണ് നമുക്ക് ദൈവത്തെ യഥാർത്ഥത്തിൽ സ്തുതിക്കാൻ, മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നത്. 136 സങ്കീർത്തനങ്ങൾ വായിച്ചിട്ടുണ്ട്. ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് എന്റെ ദയ എന്നേക്കുമുള്ളത്. യഥാർത്ഥത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവ ആരാധനയ്ക്ക് ഏറ്റവും കാതലായ ഭാഗം എന്ന് പറയുന്നത് ദൈവം ചെയ്ത നന്മയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക എന്നതാണ്. വെറുതെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്തുതിക്കണമെങ്കിൽ തക്കതായ കാരണങ്ങൾ ഉണ്ടായിരിക്കും. 136 സങ്കീർത്തനത്തിൽ അത് ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞാണ് സ്തുതിക്കുന്നത്. നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ 2023 ആണ്ടിൽ എന്തെല്ലാം നമുക്ക് എണ്ണി പറയാൻ കാണും. എന്തെല്ലാം നമുക്ക് എണ്ണി പറയാൻ സാധിക്കും. കഴിഞ്ഞ ഡിസംബറിന് ശേഷം ഈ ഡിസംബർ വരെ, കഴിഞ്ഞ ഡിസംബർ 31 ശേഷം ഈ ഡിസംബർ 31 വരെ എന്തുമാത്രം നന്മകൾ ദൈവം നമുക്ക് ചെയ്തതാണ്. സംഘടനക്കാർ 137 പറയുമ്പോഴാണെങ്കിൽ എന്തിനാലും നമുക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ സാധിക്കും. അല്ലേ? നമ്മളൊക്കെ ഒരു കുഴപ്പം, നമുക്ക് അതൊന്നും പറയാൻ നമുക്ക് നേരമില്ല. നമ്മൾക്ക് എന്തെങ്കിലും ഒരു പനിയ ദിവസമോ മുട്ടിനുവേദനയൊക്കെ വന്നാൽ നമ്മൾ പറയും, അയ്യോ അയ്യോ പനിയാണ്, കർത്താവെ രക്ഷിക്കണേ, സൗഖ്യം തന്നതെന്ന് പറയും. പക്ഷെ സൗഖ്യം തന്നാൽ പിന്നെ ആ വഴിക്ക് നമ്മളുണ്ടോ? പിന്നെ സൗഖ്യം തന്നാൽ പിന്നെ അത് പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല. അതാണ് നമ്മുടെ ഒരു സ്വഭാവം. അത് ദൈവത്തിനറിയാം. എന്നാലും എന്ത് ചെയ്യുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ദൈവത്തെ മൈൻഡ് ചെയ്യാതെ പോയാലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു വർഷം കൂടെ ദൈവം ചെയ്യാണ്, ഗ്രാൻഡ് ചെയ്യട്ടെ. അപ്പോൾ എല്ലാ ആൾക്കാരിനെ പല രീതിയിലാണ് കാണുന്നത്. ഒരാണ്ട് കഴിഞ്ഞ് പുതിയ ആണ്ട് വരുന്നതിനെ വളരെ കാര്യമായിട്ടും വളരെ പ്രത്യേകമായും അത് നോക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒറ്റ കാര്യമേ അവരെ ചിന്തിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ചിന്തിക്കുന്നത് പുതുവർഷം എങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, അതെന്തായിരിക്കണം, പോയ വർഷം അനുഗ്രഹങ്ങൾ കിട്ടിയെങ്കിൽ പുതുവർഷം ചെയ്യണം, അതിനേക്കാൾ നന്മകൾ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടണം. പിന്നെ പോയ വർഷം നമുക്ക് ഒത്തിരി ദുഃഖവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പാടൊക്കെ ആണെങ്കിലോ അതൊന്നും ദൈവമേ വലിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം, നന്മ കിട്ടണം. ചിലപ്പം പറഞ്ഞാൽ അനുഗ്രഹം കിട്ടണം. അത് ബിഷപ്പാണെങ്കിൽ സാധാരണ ആൾക്കാരാണെങ്കിൽ ആൾക്കാർ എല്ലാവരും ആഗ്രഹം എന്താണ്, അനുഗ്രഹം ദൈവമേ ഉണ്ടാകും. പുതുവർഷത്തായിരിക്കണം, പുതുവർഷം അനുഗ്രഹമായിരിക്കണം. അങ്ങനെ ചിന്തിക്കാതെ ആരെങ്കിലും ചെയ്യാതെ സംബന്ധിക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു പുതുവർഷം അനുഗ്രഹമായിരിക്കുന്നതാണ് നമ്മൾ ഒഴിഞ്ഞു തെളിഞ്ഞ് പറയുന്നത്. ചിലരത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചിലർ ചെയ്യുന്നുണ്ട്, അത് ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, ഇതെല്ലാം ഇവിടെ ഒന്നിങ്ങനെ പോകുമ്പോൾ അത് കിട്ടും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. പല രീതിയിലാണ് ജനങ്ങൾ അതെല്ലാം ദൈവം അറിയുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ആരാധന തുടങ്ങിയപ്പോൾ പ്രത്യേകമായ ലിത്താനി പ്രാർത്ഥനയാണ് നമ്മൾ ഉപയോഗിച്ചത്. സ്തുതി ലിത്താനി പറഞ്ഞല്ലേ. സ്തുതി ലിത്താനി എന്ന് പറയുമ്പോൾ ആരെ ശ്രദ്ധിച്ചാലും അറിയത്തില്ലേ.
അത് ചുരുക്കമായി നമ്മൾ പൊതുവായിട്ട് പറയുന്ന ലിത്താനികളാണ്, പ്രാർത്ഥനകളാണ്, അപേക്ഷകളാണ്. അതിനകത്ത് നമ്മൾ സ്വന്തമായിട്ട് എന്തുമാത്രം കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇവിടെ വന്ന് ഒരു വൈകുന്നേരം ഒരു 10 മണിക്കോ ഒക്കെ വരികയാണെങ്കിൽ 1 മണിക്കൂർ അങ്ങനെ സ്തുതിക്കാനൊക്കെ ഒരു അവസരം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? എന്തെല്ലാം സ്തുതിയായിരിക്കും. ഓരോരുത്തർ പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരും ദൈവത്തെ സ്തുതിച്ചെന്ന് പറഞ്ഞാൽ അത് വളരെ വ്യത്യസ്തമായ അനുഭവമായിരിക്കും. നമുക്കിങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മുടെ രീതികളായിട്ട് ഞാൻ അറിയുകയും ചെയ്യും. നമ്മളോട് വന്ന് ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നു, ചിലരെ അവാർഡോട് പ്രാർത്ഥിക്കുന്നു, പുതുവർഷം എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നു. ഞാനും ദൈവാലയത്തിൽ വന്ന് ചെയ്യുന്ന പറയുകയാണ്. ദൈവാലയം എന്ന് പറയുന്നത് ദൈവ ആരാധനയ്ക്ക് വേണ്ടി കൃത്യമായി വേർതിരിച്ചിരിക്കുന്ന ഇടമാണ്, അല്ലേ? ഇവിടെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അങ്ങനെ ആരാധനയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ട് എന്നാണ് വചനം നമുക്ക് അസന്നിഗ്ധമായിട്ടുള്ള ഉറപ്പ് നൽകുന്നത്. അവിടെ ദൈവത്തിന്റെ കണ്ണുണ്ട്, ദൈവത്തിന്റെ ഹൃദയമുണ്ട്. അതാണ് ഈ ആലയത്തിന്റെ പ്രത്യേകത. ദൈവാരാധനയ്ക്ക് വേണ്ടി ആരാധന സ്ഥലം വേർതിരിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. അവിടെ ദൈവത്തിന്റെ കണ്ണുണ്ട്, ദൈവത്തിന്റെ ഹൃദയവും ഉണ്ട്. ഇവിടെ പള്ളിയിൽ സെന്റ് ജോർജ് CSI കിടവറ പള്ളിയിൽ ഇവിടെ എന്തുണ്ട്? ദൈവത്തിന്റെ കണ്ണുണ്ട്, ദൈവത്തിന്റെ ഹൃദയമുണ്ട്. എന്താ ചെയ്യുന്നത്? ദൈവത്തിന്റെ കണ്ണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ദൈവം കാണും എന്നാണ്. ദൈവം നമ്മളെ കാണും. നിങ്ങളെല്ലാം വന്നത് ആര് കണ്ടു? ദൈവം കണ്ടു, അല്ലേ? അതിനെ അത് വളരെ ഒരു കാര്യമായിരിക്കും. ദൈവം നമ്മളെ കണ്ടെങ്കിൽ ഇല്ലേ? നമ്മുടെ റോഡെ പോയ പക്ഷെ ദൈവം കാണുമായിരിക്കോ? കാണുമായിരിക്കില്ല. പക്ഷെ ഇവിടെ വന്നത് ദൈവം ചെയ്തിട്ടാണ്. അതാണ് പ്രത്യേകത. ഇവിടെ വന്നത് ദൈവം കണ്ടു. പിന്നെ ദൈവത്തിന്റെ ഹൃദയം കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെയും ദൈവം കണ്ടു. ദൈവത്തിന്റെ കണ്ണുകൊണ്ട് എന്ത് ചെയ്തു? നമ്മളെ ഇങ്ങനെ കണ്ടു. പിന്നെ ദൈവത്തിന്റെ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹൃദയത്തെയും കണ്ടു. അവിടെയാണ് ആരാധനയുടെ ശ്രേഷ്ഠത ഒളിഞ്ഞു കിടക്കുന്ന പറയാം. ആരാധന അനുഗ്രഹം ഒളിഞ്ഞു കിടക്കുന്ന പറയാം. ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ഈ ദേവാലയത്തിൽ വന്നെന്നും ദൈവം ഹൃദയം കൊണ്ട് നോക്കുമ്പോൾ നമ്മളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് എന്ന് ദൈവം മനസ്സിലാക്കിയാൽ അവിടെ എന്തുണ്ടായി? അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം വന്നു. നമുക്ക് ഇന്ന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഹൃദയംഗമമായിട്ട് ദൈവത്തിൽ ഇരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ പലതാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പലതും ചിന്തിക്കുന്നു. എവിടെ ഇരിക്കുമ്പോൾ? ദേവാലയത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ, ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ ഇരിക്കുന്നു. നമ്മൾ പലവിധമായ ചിന്തകളാൽ ഭാരങ്ങളാൽ നമ്മൾ പോവുകയാണ്, അല്ലേ? ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ എവിടെയെല്ലാം പോകുമല്ലേ? നാളെ രാവിലെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടികൾക്ക് നമ്മൾ ആസൂത്രണം ചെയ്യും. നാളത്തെ ആരാധനയെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ ചിന്തിക്കുന്നു. അവിടെ ഭക്ഷണക്രിയകളെ കുറിച്ച് പുതുവർഷത്തിനെല്ലാം ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എന്തെല്ലാം പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എവിടെ ഇരിക്കില്ല? ഇവിടെ ഇരിക്കും. ദേവാലയത്തിൽ ദൈവത്തിന്റെ അങ്ങോട്ട് നോക്കുമ്പോഴുണ്ട്. പക്ഷെ ഹൃദയം കൊണ്ട് നോക്കുമ്പോൾ നമ്മളെല്ലാം പലരും എവിടെയില്ല. അതാണ് അന്തരം. ദൈവ ആരാധനയിലെ അന്തരം അവിടെയാണ് കിടക്കുന്നത്. ഇതുകൊണ്ട് നമ്മുടെ കുരുവാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിലുള്ള ആരാധന അനുഗ്രഹം എന്നുള്ള വിഷയമാണ് അതിനകത്തൊരു കുരുവാക്യമായിട്ട് പറയുന്നത്. ആത്മാവിലുള്ള ആരാധന അനുഗ്രഹം. വിശുദ്ധത്തിൽ നിന്നാണ് അത് എടുത്തിരിക്കുന്നത്. 4-ാം അധ്യായത്തിലെ 24-ാം വാക്യം അതാണ് ആധാരം. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിനെ സത്യത്തിൽ നമസ്കരിക്കണം എന്നുള്ളതാണ് ആ വാക്യം. അതിനെ അടിസ്ഥാനമാക്കിയാണ് ആത്മാവിലുള്ള ആരാധന അനുഗ്രഹം എന്ന് ഒരു ചിന്താവിഷയം നമ്മൾ എടുത്തിരിക്കുന്നത്. അവിടെ പറയുന്ന, അവിടെ ഉദ്ദേശിക്കുന്ന ആത്മാവിലുള്ള ആരാധന എന്നുള്ളത് ആരാധനയെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധിപ്പിച്ച് ചിന്തിക്കാനാണ് നമ്മൾ ഈ വർഷം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആരാധനയും നമ്മുടെ ജീവിതമായിട്ടുള്ള ബന്ധം, അത് അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള നമ്മുടെ ആരാധന, അതാണ് ആത്മീയ ആരാധന നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആത്മീയ ആരാധന പറയുമ്പോൾ എന്തായിരിക്കും എന്നൊരു വർഷം നമ്മൾ ചിന്തിക്കും. അതിനെക്കുറിച്ച് നമ്മൾ സാധാരണമായി നോക്കുമ്പോൾ വളരെയധികം വെളിച്ചം വീശുന്ന ധാരാളം സംഭവങ്ങൾ അല്ലെങ്കിൽ രേഖപ്പെടുത്തൽ നമുക്ക് കാണാൻ സാധിക്കും. പറഞ്ഞു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സങ്കീർത്തനം ചൊല്ലിയതാണ്. അത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്. ആരാധനയ്ക്കായിട്ട് നമ്മൾ
സമയത്ത് നമ്മുടെ അവതരണങ്ങളിലൂടെ ദൈവത്തെ എന്ത് ചെയ്യുക? ദൈവത്തെ സ്തുതിക്കുക എന്നതാണ്. ദൈവമേ നീ നല്ലത് എന്ന് പറയുക. ദൈവമേ നിനക്ക് സ്തോത്രം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? എന്നെ മഹത്വപ്പെടുന്നു. അപ്പൊ ദൈവത്തിന് മഹത്വപ്പെടുത്താൻ ഏതാ മതി? സ്തോത്രം എന്ന് നമ്മുടെ ചുണ്ടുകൾ കൊണ്ട് നമ്മുടെ ഹൃദയം കൊണ്ട് പറയും. അപ്പോൾ കഴിഞ്ഞ 23 ആണ്ടിലെ ദൈവം ചെയ്ത നമ്മളെ ഓർത്ത് ചെയ്യുക. ദൈവത്തിന് നമ്മൾ ദൈവമേ സ്തോത്രം എന്ന് പറയാൻ പറ്റും. കുറച്ച് സമയങ്ങൾ എന്ത് ചെയ്യാൻ ഈ വർഷം ചെയ്ത് നമ്മളെ വിദേശത്തുണ്ട് അല്ലേ? അതാണ് ഒരു വർഷം പറയാൻ അടുത്ത വർഷം സൂക്ഷിക്കണ്ടേ? അടുത്ത വർഷം ശ്രദ്ധിക്കണം. തീർച്ചയായും നമ്മളിപ്പോൾ നമ്മുടെ രീതി അനുസരിച്ച് 12 മണിയാകുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അല്പസമയം എടുത്ത് നമ്മൾ ഏതാനും നിമിഷം നമ്മൾ ഇരിക്കുന്നതാണ്. അതിന്റെ സിംബോളിക്കാണ് പുതുവർഷത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് എന്നുള്ളത്. സമയം എപ്പോഴാണ്? 12-നാണ് പ്രസാദം ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് ദൈവത്തെ ചെയ്യുക, ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവത്തെ ഇഷ്ടപ്പെടുത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കുക. എങ്ങനെ സ്തുതിക്കുക? സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്ത നന്മകളെ സ്തുതിക്കുക. ഒരു കാര്യം പറയും, ഇന്ന് ഈ 2023 ആണ്ടിൽ ഡിസംബർ മാസം 31-ാം തീയതി അർദ്ധരാത്രിയിൽ ഇവിടെ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ, ഇവിടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവമെ സഹായിച്ചതിന് നന്ദി, സ്തോത്രം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് ഇഷ്ടമാണ് അല്ലേ? പല ആൾക്കാർക്ക് ചെയ്തിട്ടില്ല, അങ്ങനെ വരാനായിട്ട് പറ്റുന്നില്ല. ആഗ്രഹിച്ചിട്ടും പറ്റുന്നില്ല. നമ്മുടെ ഒരു സമാധാനം പ്രതികരിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇന്ന് ഈ പുതുവർഷ ആരാധന അല്ലെങ്കിൽ ആണ്ടവസാന ആരാധനയിൽ പലർക്കും പറ്റുന്നില്ല. അവർക്ക് അവരുടെ ആലയത്തിൽ പോകാൻ പറ്റുന്നില്ല. അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആരാധിക്കാൻ പറ്റുന്നില്ല. ദൈവത്തെ ബോധപ്പെടുത്താൻ പറ്റുന്നില്ല. ഒന്നുമേ പറ്റുന്നില്ല. നമ്മളിവിടെ ഇരിക്കുന്നത് പോലെ സന്തോഷിക്കാൻ പറ്റുന്നില്ല. നമ്മൾ മാത്രം സന്തോഷം ചെയ്തല്ലേ? ഭക്ഷണം കഴിച്ചു, പാട്ട് കേട്ടു, പ്രോഗ്രാം കണ്ടു, ഇതെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും പറ്റാത്ത ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട് എന്ന് ഓർക്കുമ്പോഴാണ് ദൈവത്തെ നമ്മൾ സ്തുതിപ്പാനായിട്ട് കഴിയുന്നത്. അത് മാത്രമല്ല, ഈ ലോകത്ത് ഒരു നിമിഷം ജീവിക്കാൻ സാധിക്കണമേ എങ്കിൽ ദൈവത്തിന്റെ സ്തുതിക്കുക ആവശ്യമാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ അകത്തേക്ക് എടുത്ത ശ്വാസം അല്ലെങ്കിൽ പുറത്തേക്ക് വിട്ട ശ്വാസം തിരിച്ചെടുക്കാൻ പറ്റുന്ന ചെയ്തു. അതാണ് അതിന്റെ പ്രത്യേകത. അത് ഓർത്ത് എണ്ണി ഓരോ നിമിഷവും ദൈവം ചെയ്യുന്ന നമ്മളെ സ്തുതിക്കാൻ ചെയ്യുന്നത് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയത്തെ ചെറിയ ശേഷം പ്രവേശിക്കുന്നു. നമുക്കെല്ലാവർക്കും ദിവസം എഴുന്നേൽക്കാം. 2024 വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം ഭാഗ്യം നൽകിയതോർത്തിന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതുവർഷത്തിലേക്ക് അപ്പോൾ തിരുമേനിയുടെ പ്രാർത്ഥനയോടെ നമുക്ക് പ്രവേശിക്കാം. തിരുമേനി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ ഒരു വർഷത്തിന്റെ അവസാനവും ഒരു വർഷത്തിന്റെ ആരംഭവും കൃപാദാനമാണ്. അത് അങ്ങയുടെ ആലയത്തിൽ അങ്ങോട് ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയെ ഭാഗ്യവും പദവിയും ദൈവമേ, അങ്ങയുടെ ദയക്കുള്ളത് സഹായിക്കണമേ. അങ്ങനെ ചെയ്ത ദൈവമായ ശിഖരമായ ശിഖരങ്ങളെ എണ്ണി പറഞ്ഞ് അങ്ങനെ സ്തുതിക്കുവാൻ കാണാം. അതിനോട് അർപ്പിക്കാവുന്ന കാണാം. സഹായിക്കണമേ. പുതുവർഷം ദാനമായി പ്രവേശിക്കുവാനായിട്ട് പുതുവർഷം അങ്ങോട് ചേർന്ന് ജീവിക്കാൻ പ്രാർത്ഥനാക്കാം. ഇന്ന് നിങ്ങളുടെ സമയം കടന്നു വന്നിരിക്കുന്ന പേരുപേരായി 170 വർഷങ്ങൾ ഈ പ്രദേശത്തിന് സഭയായി ഒരു കുടുംബമായി കലാകുടുംബമായി അങ്ങനെയുള്ള നിലനിർത്തിയിരിക്കുന്ന ഈ പ്രദേശത്ത് സഭ സ്ഥാപിച്ച് ഈ പ്രദേശത്തെ ദേവദാസന്മാർക്കുമായി
സ്തോത്രം കർത്താവേ, ഈ 2023 ആണ്ടിൽ ആമേൻ അങ്ങയുടെ ശുശ്രൂഷകരുടെ ഹല്ലേലൂയ ഞങ്ങളുടെ അച്ഛനെയും സ്തോത്രം അവരെ ബഹുമാനത്തോടെ പ്രാർത്ഥിക്കുന്നു. ഓരോകാലങ്ങളെയും നൽകിയ യേശുവേ സർവ്വസൗകര്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോ അപേക്ഷമാർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും അനുഗ്രഹിക്കണമേ. ഏറ്റവും വലിയൊരു ഉത്സവം പോലെ ഈ ദിവസങ്ങളിൽ കാണുവാൻ ഞങ്ങൾക്ക് ഇടയാക്കി. യേശുവേ കർത്താവേ, പ്രകാരം കാണുവാൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനാണ് ചേർന്ന് സഹായിക്കുന്നത്. യേശുവിനാഥ് പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കണമേ. പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പുതുവർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യും. തിരുവനന്തപുരം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുമ്പോൾ അതിനകത്ത് കാണാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു സത്യം, അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. എപ്പോഴും വേദപുസ്തകത്തിൽ ധാരാളം അനുഗ്രഹങ്ങളെ കുറിച്ച്, അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരെ കുറിച്ചും അനുഗ്രഹിക്കപ്പെട്ടവരെ കുറിച്ചൊക്കെയും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രേഖപ്പെടുത്തിയ സത്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിനെ തൊട്ട് അതിനോട് ചേർന്ന് പറയുന്ന ഓരോ കാര്യമുണ്ട്. അനുഗ്രഹം, ദൈവിക അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു അനുസരണത്തിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്നതാണ്. അനുസരണത്തിന്റെ പ്രതിഫലമായിട്ട് ദൈവം നൽകുന്നതാണ് എന്ന് അനുഗ്രഹം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. അനുഗ്രഹം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പുതുവർഷത്തിലേക്ക് എന്തിരിക്കുകയാണ് പ്രവേശിച്ചത്. ആദ്യം പറഞ്ഞു അനുഗ്രഹം വേണമെന്ന് പറഞ്ഞാൽ പുതുവർഷം അനുഗ്രഹമാക്കി തീർക്കണമേ, ദൈവപ്രസാദം തരണമേ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയോടെ ചെയ്ത് പ്രവേശിച്ച് ഞാൻ ഉൾപ്പെടെ അല്ലേ, ഇല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് തീർച്ചയായും. അപ്പൊ ആ അനുഗ്രഹം എന്ന് പറയുന്നത് മറ്റൊരു സംഗതിയെ ശാനിക്കും, ആരെങ്കിലും ആശ്രയിച്ചാനിരിക്കും. അത് വേറെ ഒന്നുമേ അല്ല, അത് അനുസരണമാണ്. അനുസരണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക എന്നതാണ്. ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിന്റെ കൽപ്പന ചെയ്യുക, പ്രമാണിക്കണം. ഏറ്റവും വലിയ അനുഗ്രഹം പ്രാപിച്ച ഒരു മനുഷ്യൻ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരു ഉദാഹരണമായി പറഞ്ഞിരിക്കുന്നത് സലോമോൻ രാജാവിനെ. സലോമോൻ രാജാവിനെ അനുഗ്രഹിച്ച പോലെ ഒരു അനുഗ്രഹം വേറെ ആർക്കും കിട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിലൊരു പ്രത്യേകത അദ്ദേഹം അവിടെ പറയുന്നത്, സലോമോൻ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിൽ ഇന്നുവരെ അദ്ദേഹത്തെ പോലെ ഒരു ജ്ഞാനി ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് മുമ്പും അതുപോലെ ഒരു ജ്ഞാനി ഉണ്ടായിരുന്നു. ആ ജ്ഞാനമെല്ലാം ആര് കൊടുത്തതാണ്? ആ ജ്ഞാനമെല്ലാം ദൈവം കൊടുത്തതാണ്. അദ്ദേഹം അത് ചോദിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അത് ചോദിച്ച പ്രകാരമാണ്, ദൈവമേ, എനിക്ക് നന്നാ പ്രായക്കുറവാണ്, അങ്ങയുടെ ജനം എന്ന് പറയുന്നത് വളരെയധികം ജനങ്ങളാണ്. ആ ജനങ്ങളെ ന്യായപാലനം ചെയ്യുവാൻ, അവരെ നീതിയോടെ നടത്തുവാൻ അതിനുള്ള ജ്ഞാനം എനിക്ക് നൽകണം എന്ന് മാത്രം ഒറ്റ പ്രാർത്ഥനയെ അത് പ്രാർത്ഥിച്ചുള്ളൂ. സലോമോൻ പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം പറഞ്ഞിരിക്കുന്നു, സലോമോൻ ജ്ഞാനം കൊടുത്തു, അറിവ് കൊടുത്തു, വിവേകം കൊടുത്തു. അതിനോടൊപ്പം തന്നെ സലോമോൻ ചോദിക്കാത്ത ചില കാര്യങ്ങൾ കൊടുത്തു. അത് സമ്പത്താണ്. സമ്പത്ത് കൊടുത്തു, മഹത്വം കൊടുത്തു. അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ സാക്ഷിക്കുന്ന പ്രകാരമാണ് സലോമോനെ പോലെ ജ്ഞാനിയായ ഒരു മനുഷ്യൻ പിന്നീട് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ പോലെ സമ്പത്തുണ്ടായിരുന്ന ഒരാൾ പിന്നീട് ഉണ്ടായിട്ടില്ല. അതിനെക്കുറിച്ച് ദേവാലയ നിർമ്മാണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ കാണാൻ സാധിക്കും. അത് മുഴുവൻ സ്വർണ്ണം കൊണ്ടാണ് അതിനകത്ത് മുഴുവൻ തനി തങ്കം കൊണ്ട് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട രത്നം കൊണ്ട് ചെയ്തിരുന്നതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാം സലോമോൻ ആഗ്രഹിച്ചോ അതെല്ലാം അത് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ന്യായപാലനത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ വാമൊഴികൾ കേൾക്കാൻ വേണ്ടി അന്ന് ലോകത്ത് അറിയപ്പെടുന്ന എല്ലാ ആൾക്കാരും എന്ത് ചെയ്തിരുന്നു? അദ്ദേഹത്തിനടുത്ത് വന്നിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഒന്നൊരു കാര്യം പറഞ്ഞു, സേവാരാജ്യം ചെയ്തു വന്നു എന്ന് പറഞ്ഞു. സലോമോൻ ജ്ഞാനം കേൾക്കാൻ ആര് കൊടുത്ത ജ്ഞാനമാണ്? ദൈവം കൊടുത്ത ജ്ഞാനം. ദൈവത്തിന് അനുഗ്രഹമാണ് അത്. അത്രയും അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇന്ന് നമുക്ക് പരിചയിക്കുന്ന കുഴപ്പമുണ്ട്. നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നത്? ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് നേടിയത്.
പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കണം, ഞാൻ പ്രാർത്ഥിക്കാതെ എന്തായിരിക്കും നമ്മുടെ പ്രാർത്ഥന? നമ്മുടെ പ്രാർത്ഥന നമുക്ക് ഇത് വേണം, നമുക്ക് സ്വത്ത് വേണം അല്ലേ? സ്വത്ത് വേണം, പണം വേണം, സമ്പത്തുണ്ടാകണം. നമ്മുടെ വിചാരം സമ്പത്തുണ്ടായാൽ എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നുള്ള ചിന്തയിലാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ദിവസം നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയല്ല, സമ്പത്തിനല്ല പ്രാധാന്യം. അവിടെ ശലോമോന്റെ ജീവിതമായിട്ട് ജ്ഞാനമാണ്, ദൈവത്തിന്റെ ജ്ഞാനം വേണമെന്ന് ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ ജ്ഞാനത്തോടുകൂടി എന്തിനാണ് കിട്ടി? മുഴുവൻ സമ്പത്ത് പോകുന്നു അവിടെ പോകുന്നതാണ് മനസ്സിലായി. സമ്പത്തിന് പുറകെ പോവുകയല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകുമ്പോഴേയും സമ്പത്തിലെത്തിയും അതിന് പുറകെ വരുന്നതാണ് വേദപുസ്തകം. അതുകൊണ്ട് പുതുവർഷത്തിൽ എന്ത് ചെയ്യുക? സമ്പത്തിനെ കുറിച്ച് ചോദിക്കേണ്ടതില്ല. പിന്നെ എന്ത് ചെയ്യണം? ദൈവമേ നല്ലവരാണ് ജീവിക്കാനുള്ള രൂപ ചെയ്യണം, തരണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ അത് ഭംഗിയായിട്ട് കൊണ്ടുപോകാനുള്ള ജ്ഞാനം തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും നമ്മളെ ചുമതലപ്പെടുത്തുന്ന കാര്യങ്ങൾ അത് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ സത്യസന്ധമായി ഭംഗിയായിട്ട് ചെയ്യാനുള്ള കൃപ തരണമേ എന്നുള്ളത് പ്രാർത്ഥിക്കുമ്പോൾ അതും ദൈവം നമുക്ക് നൽകും. കാരണം ആ ചോദിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. അങ്ങനെ ചോദിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. അത് ഇഷ്ടമായതുകൊണ്ട് ചെയ്യും, ദൈവം ഇഷ്ടപ്പെടുന്ന മനുഷ്യനെ ചെയ്യും, ദൈവം ഇഷ്ടപോലെ ചെയ്യും, അനുഗ്രഹിക്കും. അതാണ് കാണാൻ സാധിക്കും. ഇത് അനുഗ്രഹത്തിന്റെ സ്വീകരണമല്ല ഞാൻ പറയുന്നത്, ദൈവത്തിന് അനുസരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ സാധനം. അനുഗ്രഹം എപ്പോഴും ചെയ്യുന്നു ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതിലൂടെ ആണ് വരുന്നത്. നമ്മള് പ്രത്യേകിച്ച് ശലോമോൻ രാജാവ് ദേവാലയ പ്രതിഷ്ഠയ്ക്ക് ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ദേവാലയ പ്രതിഷ്ഠയുള്ള പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുമ്പോൾ എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ശലോമോൻ എന്തെല്ലാം പ്രാർത്ഥിച്ചോ അതെല്ലാം തരാമെന്ന് ദൈവം ചെയ്തു. ദൈവം വീണ്ടും രണ്ടാമത് പ്രതിഷ്ഠനായി പറഞ്ഞിരിക്കുന്നു എന്ന് ഡയറക്ടറുടെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിൽ പ്രതിഷ്ഠയെ കുറിച്ച് പറഞ്ഞത് 9-ാം അധ്യായത്തിലാണ് ദൈവം പ്രതിഷ്ഠനായി പറഞ്ഞിരിക്കുന്നത്. അതിനോട് ചേർന്ന് 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, അവിടെ പറഞ്ഞിരിക്കുന്നതാണ്. ഇതെല്ലാം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു? എന്റെ ന്യായപ്രമാണം അനുസരിക്കുന്നവർക്ക് മാത്രം ഇത് നൽകപ്പെട്ടിരിക്കുന്നു. അനുഗ്രഹങ്ങൾ ആർക്ക് നൽകപ്പെട്ടിരിക്കുന്നു? ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നവർക്ക് മാത്രം ദൈവത്തിന്റെ അനുഗ്രഹം. അല്ലാത്തവർക്ക് ഇതില്ല, അല്ലാത്തവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ല. അവിടെ പറയുന്ന പ്രയോഗങ്ങൾ വളരെ നമ്മൾ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് 9-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, പുതുവർഷത്തിൽ ദൈവത്തിന്റെ പ്രസാദം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവം നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ അന്വേഷിക്കുന്നുവെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രം, എന്താണ്? ദൈവത്തിന്റെ കൽപ്പനകൾ ചെയ്യുക, അനുസരിക്കുക. ദൈവത്തിന്റെ കൽപ്പനകൾ ചെയ്തിരിക്കുന്നു. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനകൾ ഇഷ്ടങ്ങളും മനുഷ്യர்களுം ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ചെയ്തിരിക്കുന്നു. ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കി പുതുവർഷത്തിൽ മുമ്പോട്ട് പോവുക, പുതുവർഷങ്ങൾക്ക് അനുഗ്രഹമാക്കി എന്നുള്ളതിന് ഈ വചനം തന്നെ അതിന് ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് പുതുവർഷത്തിൽ ഇതിനോട് പറയാനുള്ള കാര്യം, നിങ്ങൾ വ്യക്തിപരമായിട്ട് ചെയ്യണം, വിശുദ്ധ വേദപുസ്തകം വായിക്കും. വ്യക്തിപരമായിട്ട് ചെയ്യണം, വിശുദ്ധ വേദപുസ്തകം എല്ലാ ദിവസവും വായിക്കും. വ്യക്തിപരമായിട്ട് ചെയ്യണം, എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും ചെയ്യണം, വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ വായിക്കണം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വായിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വായിക്കണം. ഭയങ്കര അറിയാവുന്നവർ അത് വായിക്കുമ്പോൾ ചെയ്യും. ഇതിന്റെ എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ നല്ലൊരു ക്രിസ്മസിന്റെ സീസൺ കഴിഞ്ഞ് വരികയാണ്. ക്രിസ്മസിന്റെ സന്ദേശം എന്ന് പറയുന്നത് ചുരുക്കം ഇതാണ്: വെളിച്ചം ചെയ്യുന്നു, വെളിച്ചം ദൃശ്യരൂപമായി എത്തിയിരിക്കുന്നു, ഭൂമിയിൽ വന്നു. അല്ലെങ്കിൽ ദൈവം മനുഷ്യനായി ചെയ്യുന്നു, ദൃശ്യമായി അവതരിച്ചു. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത്, ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യം വെളിച്ചം ചെയ്തു ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ആരെയും പ്രകാശിപ്പിക്കാതിരിക്കുന്നില്ല ആ വെളിച്ചം. ഏതെങ്കിലും മനുഷ്യൻ ആ പ്രകാശം പ്രാപിക്കുന്നില്ലെങ്കിൽ അത് ആ പ്രകാശത്തിന്റെ കുഴപ്പമല്ല, നമ്മളതിന്റെ പ്രകാശം വേണ്ട എന്ന് പറയുന്നതിന്റെ കുഴപ്പം മാത്രമാണ്. അല്ലെ, പ്രകാശം ആഗ്രഹിക്കുന്ന ആൾക്കാരെ ചെയ്യുന്നു, അത് ആ മനുഷ്യനെ പ്രകാശിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം പുതുവർഷത്തിൽ പ്രകാശമാനമായിരിക്കും. പ്രകാശമാനമായെങ്കിൽ നമുക്ക് സ്വയം പ്രകാശമില്ലാത്തതിനാൽ പ്രകാശത്തോട് ചേർന്ന് നടക്കുക മാത്രമേ അതിനൊരു റെമഡിയുള്ളൂ, അതിനൊരു പരിഹാരം ഉള്ളൂ. പ്രകാശത്തോട് ചേർന്ന് നടക്കുക. പ്രകാശത്തോട് ചേർന്ന് നടക്കുമ്പോൾ നമുക്കുണ്ടാവും, നമുക്ക് പ്രകാശമുണ്ടാവും. പ്രകാശത്തോട് ചേർന്ന് നടക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? പ്രകാശമുണ്ടാവും. പ്രകാശത്തിൽ നമ്മൾ അകന്നു പോകുന്നുണ്ടാവും,
അത് അക്ഷരാർത്ഥത്തിൽ പഴയ വേദഭാഗങ്ങളിൽ പറയുന്നില്ല. മോശ 40 ദിവസം സിനായി മലയുടെ മുകളിൽ ദൈവത്തോടു കൂടിയാണ്. 40 ദിവസം, 40 രാവ് 40 പകൽ. ആ ദൈവവുമായുള്ള സംസാരത്തിന് അദ്ദേഹമായ സമയത്ത് അദ്ദേഹത്തിന് വിശന്നില്ല, ദാഹിച്ചില്ല എന്നാണ് പറഞ്ഞത്. ദൈവമുള്ള സംസർഗത്തിൽ ഇരുന്ന മനുഷ്യൻ തിരികെ അതിനുശേഷം വന്നപ്പോൾ മറ്റുള്ള ആൾക്കാർ മോശയുടെ നേരെ പോകാൻ അവർ പേടിച്ചു എന്നാണ് പറഞ്ഞത്. കാരണം മോശയുടെ മുഖം എന്ത് ചെയ്തു? പ്രകാശിച്ചു എന്നാണ് പറഞ്ഞത്. മോശയുടെ മുഖം പ്രകാശിച്ചു, തൊക്ക് പ്രകാശിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവിക സാന്നിധ്യം അവനിൽ ഉണ്ട്, അവനെ കണ്ടാൽ മരിച്ചു പോകും എന്ന് വിചാരിച്ച് അവരോട് മോശയുടെ മുഖത്ത് നോക്കാനായിട്ട് അവർ പേടിച്ചു. അതുകൊണ്ട് മോശ എന്ത് ചെയ്തു? മോശ ദൈവസന്നിധിയിൽ നിന്ന് തിരികെ വരുമ്പോൾ മുഖത്ത് ഒരു മൂടുപടമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവിക സാന്നിധ്യത്താൽ ഒരു മനുഷ്യൻ എന്തായിത്തീരുന്നു? അവൻ പ്രകാശമുള്ളവനാണ് തീരുന്നു. ആ ദൈവത്തോട് എന്ത് ചെയ്യാണ്? ദൈവത്തിന്റെ സ്വഭാവമുള്ളവനാണ് മാറണം. ദൈവിക സാന്നിധ്യത്താൽ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ അംശം എന്ത് ചെയ്യാൻ അവന് വരികയാണ് ചെയ്യുന്നത്. നമ്മളെ യഥാർത്ഥത്തിൽ നമ്മൾ മനഃപൂർവ്വമായി മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റാൽ നമ്മുടെ മുഖത്ത് എന്ത് തോന്നണം? ഒരു പ്രസന്ന അല്ലേ? ഇന്ന് നമ്മള് ദിവസമെല്ലാം വായി ഉത്സവങ്ങൾ കഴിഞ്ഞ് പോകുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പെരുന്നാൾ കഴിഞ്ഞ് പോയപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അല്ലേ? ഇന്ന് നമ്മുടെ ഈ പെരുന്നാളൊക്കെ കഴിഞ്ഞ് പോകുന്ന നമ്മുടെ മുഖം എങ്ങനെയായിരിക്കും? എന്താ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്ന് നോക്കാം. അങ്ങനെയാണ് പ്രകാശിക്കുന്നത്. അല്ലാതെ മറ്റേ ഇപ്പോഴുള്ള പ്രകാശം അല്ലാതെ നമുക്കിടെ നോക്കുന്നൊരു പ്രശ്നമാണ്. ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ ദൈവസന്നിധിയിൽ വിട്ടു പോകുന്നത് ദൈവസന്നിധിയിൽ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ അവരുടെ മുഖത്തിന് പ്രകാശം. അത് മറ്റുള്ളവർ കാണുമ്പോൾ പറയും ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ സംസാരത്തിൽ ഒരു നിരാശ തോന്നുന്നില്ല. അതാണ് പ്രകാശം. അവരുടെ സംസാരത്തിൽ തോന്നുന്നു ഒരു പോസിറ്റീവ് എനർജിയാണ് അവർ തോന്നുന്നു. അല്ലേ? ദൈവത്തോട് സംസാരിക്കുന്ന എന്ത് തോന്നുന്നു? ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും. നമ്മളോട് സംസാരിച്ചാൽ നമ്മൾ സംസാരിക്കാൻ എന്തായിരിക്കും എനർജി? നെഗറ്റീവ് എനർജിയാണ് എന്ത് ചെയ്യും? അത് ഓർത്താൽ മതി. ദൈവം എന്ത് ചെയ്തില്ല? നിങ്ങൾക്ക് സാധിച്ചില്ല. അത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഈ വചനമായി പുതുവർഷത്തിലേക്ക് 2024 വർഷത്തിലേക്ക് പോകുക തീരുമാനങ്ങൾ എടുക്കാൻ ദൈവമേ വചനത്തിൽ എല്ലാ കാലത്തേക്കും എല്ലാവർക്കുമുള്ള വചനമാണ് എന്ന് ഓർത്തോണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാണ് ഈ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അതൊരു വായിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ദൈവമേ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഇത് ഗ്രഹിക്കാൻ സാധിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിന്റെ സഹായത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അതിന് ധാരാളം ഉദാഹരണമുണ്ട്. ഫിലിപ്പോസിന് തേരോട് ചെയ്യാൻ നടക്കുന്ന ഉദാഹരണം പറഞ്ഞില്ലേ? ക്ഷമൻ തേരിൽ എന്ത് ചെയ്യുന്നു? പുസ്തകം വായിച്ചിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു തേരോട് ചെയ്യാൻ നടക്കാൻ പറഞ്ഞു. തേരോട് ചെയ്യാൻ നടന്നപ്പോൾ വായിക്കുന്ന വേദഭാഗം ശബ്ദം കേട്ടു. ഉടനെ ഫിലിപ്പോസ് വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? അതിന്റെ ക്ഷമൻ ചോദിക്കുകയാണ്, പറയാണ് വായിക്കുന്നത് കേട്ട് പക്ഷേ ഒരാളെ തൊഴിൽ വിരിച്ചു തന്നില്ലെങ്കിൽ ഇങ്ങനെ ഗ്രഹിക്കും. വായിച്ച ഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വിശദീകരണം കൊടുത്തു. യാത്ര ചെയ്യുന്നതിന് മുമ്പ് വെള്ളമുള്ള സ്ഥലത്ത് പറയാണ് നീ പറഞ്ഞ കാര്യം ഞാൻ വിശ്വസിക്കുന്നു, എന്നെ സ്നാനപ്പെടുത്തണം എന്ന് പറഞ്ഞു. അവന്റെ ദൈവപുരുഷനാക്കിയിരുന്നു. പറഞ്ഞു വരുന്നത് ഇത് പുനർതിരിച്ചതാണ്. ഇത് പരിശുദ്ധാത്മാവിനാൽ ഇത് എഴുതപ്പെട്ടിരിക്കുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിച്ചിട്ട് വേണം ചെയ്യാൻ ദിവസം നമ്മൾ വായിക്കാൻ. അപ്പോൾ നമുക്ക് കാലാനുസരണമായി വചനം ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പുത്തൻ തലമുറ, നമ്മുടെ മക്കൾ, നമ്മുടെ പഠിപ്പുള്ള മക്കൾ, പഠിക്കുന്ന മക്കൾ, നമ്മൾ തന്നെയും ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ വിലയിരുത്തണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം ഉണ്ടായിരിക്കണം. ആ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ നിൽക്കേണ്ടത് ഈ വിശുദ്ധ വചനത്തിലായിരിക്കും. ഈ വിശുദ്ധ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് നിന്നുകൊണ്ട് വേണം ലോകത്തെ നമ്മൾ കാണുവാൻ, ലോകത്തിലെ സംഭവവികാസങ്ങൾ വിലയിരുത്തുവാൻ, ലോകത്തിലെ മാറ്റങ്ങളെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ തലമുറ തെറ്റിലകപ്പെട്ടു പോവുകയില്ല എന്ന കാര്യം സംശയമില്ല. ആദ്യം വേണ്ടത് വചനത്തിൽ നമ്മൾ വായിക്കാനുള്ളതാണ് എന്ന് പറയാനർത്ഥം വചനം നമ്മൾ വായിച്ച ഹൃദയത്തിലാക്കുക എന്നർത്ഥം. വചനം വായിച്ച ഹൃദയത്തിലാക്കുമ്പോൾ അതിനനുസരിച്ച് ലോക സംഭവങ്ങളെ, സംഭവവികാസങ്ങളെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. പ്രാപ്തി ചെയ്യുന്നതിനകത്തും 2024 ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷമായിരിക്കണമെങ്കിൽ, ലോകത്തിന്റെ കാണപ്പെടാതെ ജീവിക്കണമെങ്കിൽ, ദൈവത്തിന് ഇഷ്ടപ്പെടാതെ ജീവിക്കണമെങ്കിൽ വചനം എന്ത് ചെയ്യുക? വചനമായിട്ട് നമ്മൾ വചനം നിങ്ങൾ എന്ത് ചെയ്യും? വഴിതാണ് പുതുവർഷം വചനത്തിൽ ഊന്നി മുമ്പോട്ട് നമുക്ക് ഉത്സാഹിക്കാം. ആത്മാവിൽ ഉള്ള അനുഗ്രഹം എന്ന് പറയുന്നത്, ആരാധന എന്ന് പറയുന്നത് ദേവാലയത്തിൽ വരുമ്പോഴുള്ള ആരാധനയില്ല. ആരാധനയെ കുറിച്ച് കൃത്യമായിട്ടൊന്നും മനസ്സിലെത്തി പഠിക്കാൻ നോക്കിയാൽ അതിനകത്ത് കാണാൻ സാധിക്കുന്നത് ഞായറാഴ്ച
ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. 2024 എന്ന വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ വർഷമായി തീരട്ടെ. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവത്തെ